ആദ്യത്തെ രണ്ട് ടി-20യിൽ ഇന്ത്യ മികച്ച വിജയം സ്വന്തമാക്കി. എന്നാൽ മൂന്നാമത്തെ ടി-20യിൽ ഇന്ത്യക്ക് കാലിടറി. 26 റൺസിന് ഇംഗ്ലണ്ട് കളി ജയിച്ചു. ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. സൂര്യകുമാറിനെ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിന് പുതിയ ക്യാപ്റ്റനാണ് അടുത്ത മാച്ചിൽ. അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടി-20യെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് സഞ്ജുവും അഭിഷേകുമാണ് കളിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ ഫോമിലല്ല. അതാണ് ഇന്ത്യക്ക് പ്രശ്നമാവുന്നത്. ഓപ്പണിംഗിലെ താരങ്ങൾ ഫോമായാൽ ഇന്ത്യക്ക് മികച്ച സ്കോർ നേടാൻ സാധിക്കും. അതുപോലെ സൂര്യകുമാറും ഫ്ലോപ്പാണ്. കഴിഞ്ഞ മത്സരത്തിൽ തിലക് വർമ്മയും കളിച്ചിട്ടില്ല. ആകെ കൂടി കളിച്ചത് ഹാർദിക് പാണ്ഡ്യ മാത്രമാണ്. അല്ലെങ്കിൽ ഇന്ത്യ ജയിച്ചേനെ. ഇപ്പോഴിതാ സൂര്യകുമാറിനെ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. 3 ടി-20യിലും സൂര്യ ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് അടുത്ത മത്സരത്തിൽ സഞ്ജുവിനെ ക്യാപ്റ്റനാക്കിയേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സഞ്ജു ക്യാപ്റ്റനായാൽ അത് സഞ്ജുവിന് ലോട്ടറി തന്നെയാണ്. കാരണം IPLൽ മികച്ച ക്യാപ്റ്റൻസി സഞ്ജു കാഴ്ചവെച്ചിട്ടുണ്ട്. ഗംഭീറാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. സഞ്ജുവിനെ ക്യാപ്റ്റനാക്കാനുള്ള പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 4ാമത്തെ ടി-20യിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സർപ്രൈസ് താരത്തെ ടീമിൽ ഇറക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആരായിരിക്കും അതെന്ന് വ്യക്തമല്ല. ഇന്ത്യ രണ്ടും കൽപ്പിച്ചാണ് വരുന്നത്. ഇനി ബാക്കി 2 ടി-20യേ ഉള്ളൂ. അതിലെ ഒരെണ്ണത്തിൽ ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാൻ സാധിക്കൂ. 4ാമത്തെ ടി-20യിൽ തോറ്റാൽ അത് ഇന്ത്യക്ക് ക്ഷീണമാണ്. അപ്പോൾ 4ാമത്തെ ടി-20ക്കുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. സഞ്ജു, അഭിഷേക്, സൂര്യ, തിലക്, ഹാർദിക്, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, ജൂറൽ, ഷമി, രവി ബിഷ്ണോയ്, വരുൺ ചക്രവർത്തി. ഇതിലെ കുറച്ച് താരങ്ങൾ പുറത്തിരിക്കും. സൂര്യക്ക് റെസ്റ്റാണ്. പകരക്കാരൻ ആരായിരിക്കുമെന്നത് അവസാനം മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും നമുക്ക് 4ാമത്തെ ടി-20ക്ക് വേണ്ടി കാത്തിരിക്കാം. നിലവിൽ 2-1 ഇന്ത്യ ടി-20യിൽ മുന്നിലാണ്. ഇന്ത്യ ഈ പരമ്പര നേടുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.